ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. 10ലധികം ദിവസങ്ങൾക്ക് മുന്നേ ആയിരുന്നല്ലോ ടർബോ എന്ന മമ്മൂട്ടി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത്. മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും ചെലവേറിയ സിനിമ എന്ന മെഗാസ്റ്റാർ തന്നെ അഭിമുഖത്തിലൂടെ വെളിപ്പെടുത്തിയ ടർബോ എന്ന സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇന്നലെ വൈകിട്ടോടെ ആയിരുന്നല്ലോ പുറത്തു വന്നത്. 70 കോടി വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തു എന്ന് പറഞ്ഞ ഒരു ഒഫീഷ്യൽ പോസ്റ്ററാണ് ടർബോ എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇന്നലെ വൈകിട്ടോടെ പുറത്തുവിട്ടത്. എന്തായാലും ടർബോ എന്ന സിനിമയുടെ യഥാർത്ഥ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോഴത്തെ ട്രാക്കേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. അത് പ്രകാരം പ്രതീക്ഷിച്ചതുപോലെ തന്നെ തള്ളു കളക്ഷനാണ് ഇന്നലെ വന്ന 70 കോടി പോസ്റ്റർ എന്നും ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ടർബോ എന്ന സിനിമയുടെ യഥാർത്ഥ കണക്കുകൾ പുറത്തു വരുമ്പോൾ നാം പ്രതീക്ഷിച്ചതിനേക്കാൾ താഴെയാണ് സിനിമയുടെ വേൾഡ് വൈഡ് 11 ദിവസത്തെ കളക്ഷൻ എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ആദ്യ 11 ദിവസത്തെ ടർബോയുടെ യഥാർത്ഥ വേൾഡ് വൈഡ് ഗ്രോസ് 64 കോടി 61 ലക്ഷമാണ്. ഇതിൽ കേരള ഗ്രോസ് കളക്ഷൻ 30 കോടി 11 ലക്ഷമാണെങ്കിൽ കേരളത്തിന് പുറത്ത് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായിട്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത് 4 കോടി 50 ലക്ഷം രൂപയാണ്. ഓവർസീസ് കളക്ഷനായിട്ട് $3.60 മില്യൺ കളക്ഷൻ നേടിയെടുത്ത സിനിമ 30 കോടി ഗ്രോസ് കളക്ഷനാണ് വിദേശ രാജ്യങ്ങളിലെ മാത്രം കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് സിനിമ 11 ദിവസങ്ങൾ കൊണ്ട് 64 കോടി 61 ലക്ഷം ഗ്രോസ് കളക്ഷനിലേക്ക് എത്തപ്പെട്ടത്. ഇന്നലെ സിനിമയുടെ 12ാം ദിവസമാണ്. ഇന്നലത്തെ കണക്കുകളോടെ 65 കോടി രൂപയ്ക്ക് മുകളിലും സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കടന്നിട്ടുണ്ടാകും. എന്തായാലും ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നാം പ്രതീക്ഷിച്ച ഒരു എസ്റ്റിമേറ്റ് കളക്ഷനിലേക്ക് പോലും ടർബോയ്ക്ക് എത്തപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നാണ് നിരാശാജനകമായിട്ട് പ്രേക്ഷകർ അറിയിക്കാനായിട്ടുള്ളത്. ഞായറാഴ്ചത്തെ നമ്മുടെ എസ്റ്റിമേറ്റ് കണക്കുകൾ കേട്ടവർക്കറിയാം 65-68 കോടി റേഞ്ചിലായിരുന്നു നമ്മുടെ എസ്റ്റിമേറ്റ് കണക്കുകൾ. അതിലേക്ക് പോലും എത്തപ്പെട്ടിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ സിനിമയ്ക്ക് കൃത്യമായ കളക്ഷൻ 1 കോടി വീതം എല്ലാ ദിവസവും കഴിഞ്ഞ 11 ദിവസങ്ങളിൽ ലഭ്യമായി. എന്നാൽ വിദേശ രാജ്യങ്ങളിലെ സിനിമയ്ക്ക് ഒരു തരത്തിലും കളക്ഷൻ വർധന കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നത് ഓവർസീസിൽ നിന്നും വന്ന ഡീറ്റെയിൽ കളക്ഷനിൽ നിന്ന് വ്യക്തം. അപ്പോൾ അങ്ങനെ കൃത്യമായ ടർബോയുടെ അടുത്ത കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. ചില യൂട്യൂബ് ചാനലുകളെല്ലാം തന്നെ 90 കോടിയിലധികം സിനിമയുടെ കളക്ഷൻ പറഞ്ഞു വന്ന സമയത്തായിരുന്നു 70 കോടി പോസ്റ്ററുമായിട്ട് അവർക്ക് വളരെയധികം നിരാശ നൽകുന്ന വാർത്തയുമായിട്ട് ഇന്നലെ ഒഫീഷ്യൽ കളക്ഷനുമായിട്ട് ടർബോ ടീം എത്തപ്പെട്ടത്. എന്നാൽ ഇപ്പോഴത്തെ അതുപോലുമല്ല സിനിമയുടെ യഥാർത്ഥ കണക്കുകൾ. അതിനടുത്ത് പോലും സിനിമയ്ക്ക് കളക്ഷൻ എത്തപ്പെട്ടിട്ടില്ല എന്നാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഏകദേശം 70ഓളം രാജ്യങ്ങളിലെ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് റിലീസ് ചെയ്ത സിനിമയാണ് ടർബോ. എന്നിട്ട് എന്തുകൊണ്ട് സിനിമയ്ക്ക് നല്ല രീതിയിൽ കളക്ഷൻ വിദേശ രാജ്യങ്ങളിൽ ഉയരുന്നില്ല എന്നത് ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നു. ഒരു സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണല്ലോ ക്ലൈമാക്സ് 30 മിനിറ്റ്. ഈ സിനിമയിലെ ക്ലൈമാക്സ് 30 മിനിറ്റിന് വളരെയധികം മികച്ച അഭിപ്രായങ്ങളായിരുന്നു ആദ്യ ദിവസം മുതൽ ലഭ്യമായത്. മമ്മൂക്കിയുടെ ഈ പ്രായത്തിലെ ആക്ഷൻ രംഗങ്ങൾക്കും ഇത്രയധികം മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായിട്ടും എന്തുകൊണ്ട് നല്ല രീതിയിൽ കളക്ഷൻ സിനിമ നേടിയെടുക്കുന്നില്ല എന്നതാണ് നമ്മുടെ ഒരു ചോദ്യം. കാത്തിരിക്കൂ കൂടുതൽ ടർബോ വാർത്തകൾ കേട്ട്.